സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ദിനു കുർമാനാണേ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കൊരു അടിപൊളി ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക്, പിന്നെ ഒരു കപ്പ ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റണം കേട്ടോ. നന്നായി വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 2 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റണം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റി നന്നായി അളച്ച് കൊടുക്കുക. നന്നായി വഴറ്റി വരണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിക്കാം. മിക്സിയിലിട്ട് ഒന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മറ്റേ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ. അത് ചൂട് കൂടി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അരച്ച് വെച്ചുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഗ്രീൻ പീസ് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസാണ്. തലേദിവസം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഇന്നെടുത്തിട്ട് മറ്റേ കുക്കറിലിട്ട് അടിച്ച ഗ്രീൻ പീസാണ്. ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ പീസ് അതിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല നമ്മൾ 30 രൂപയ്ക്ക് മുഴുവൻ ഗരം മസാല മേടിക്കില്ലേ, അത് പൊടിപ്പിച്ചെടുത്താണ് മിക്സിയിൽ. അത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിയില അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് മസാല ആയിട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു.